സോ ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കണം. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നുന്നൊരു കാര്യം ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കണമെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിസിക്സ് ടെക്സ്റ്റ് ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചിരിക്കുക. അത് പക്ഷെ നമ്മൾ ബയോളജി വായിക്കുന്ന പോലെ വായിക്കുകയേ വേണ്ട. ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് പോയിന്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിൽ സാറന്മാർ മോസ്റ്റ് പ്രോബബ്ലി തന്നെ എന്തൊക്കെ നമുക്ക് വലുതായിട്ട് ഉപയോഗിക്കേണ്ടാത്ത എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളവർ അവർ ക്ലാസ് വെച്ച് തന്നെ പറഞ്ഞു തരും. ഇനി എന്തെങ്കിലും ഒരു കാര്യം സാറ് വിട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് ടെക്സ്റ്റ് പറയുന്നുണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഫിസിക്സ് വായിക്കുക. അല്ലാതെ അതിനകത്ത് കൊടുക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ വർഷം തൊട്ട് അങ്ങനെയൊന്നും നമ്മളത് വായിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ് അതിനെ നമ്മൾ ഒരു തവണ വായിച്ചിരിക്കുക, ഒരു തവണ ഉറപ്പായിട്ടും വായിച്ചേക്കാം. നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ അത് ഇത് ഞാൻ വായിച്ചിട്ടേ തീർക്കൂ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇനി അടുത്തയിലേക്ക് പോകുന്നു ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ബയോളജി ചെയ്യുന്ന പോലെ ഫിസിക്സിനെ ട്രീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു തവണ വായിക്കുക. എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുമായിരുന്നു ഒന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട്. അല്ലാതെ ബയോളജി ചെയ്യുന്ന പോലെ ചെയ്യുകയേ വേണ്ട. ബയോളജി അത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യേണ്ട സംഭവമാണ്. അതിൽ നിന്ന് എന്ത് വേണമെങ്കിൽ ചോദിക്കും, അവിടെ ഉപയോഗിക്കാം. പക്ഷേ ഫിസിക്സ് എന്ന് പറയുന്നത് കൂടുതലും പ്രോബ്ലം സോൾവിങ് ആണ് നമുക്കറിയേണ്ടത്. പക്ഷെ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ തെറ്റിയ 5 മാർക്ക് പോകും, കിട്ടിയ 4 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 4-5 മാർക്കിന് ഭയങ്കര ഡിഫറൻസ് നമ്മുടെ റാങ്കിങ്ങിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ തുടക്ക സമയത്ത് സമയം കിട്ടും. ആക്ച്വലി പിന്നീട് അങ്ങോട്ട് നമുക്ക് സമയം കിട്ടാതെ. അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഗിൽറ്റ് വരത്തില്ല, നമ്മൾ അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്യില്ല. പക്ഷേ ഇതിനു വേണ്ടി സമയം മാത്രമായിട്ടിട്ട് അത് കളയാനേ നിൽക്കരുത്. അതിനു വേണ്ടി മാത്രം സമയം നിങ്ങൾ കളയരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കുക. കുറേയൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള ഇപ്പം ന്യൂക്ലിയർ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്ത് ചില ഇക്വേഷൻ ഉണ്ടല്ലോ ലാസ്റ്റ് മോഡലിനകത്ത് ഇവർ ചോയ്സ് നമ്മൾ കാണുന്നതാണ്. ചില സ്റ്റേറ്റ്മെൻറ്റ് ഈ ചില ഫിഷനൊക്കെ ചില സമയങ്ങളിലൊക്കെ ചോദിക്കും ഇതെന്താ വരുന്നത്, ഇത് ഏതാണെന്നുള്ളത് ചോദിച്ചാൽ ആ ഒരു സമയത്ത് മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷെ എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ മറ്റേ ഗ്രാഫ് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ന്യൂക്ലിയയിൽ വെച്ചിട്ട് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു 13.1 ഫിഗർ ഉണ്ട്, അതിനകത്ത് ഇതിലേതാ മോസ്റ്റ് സ്റ്റേബിൾ അങ്ങനെയൊക്കെ ചോദിച്ചു കാണുമ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിസിക്സ് ടെക്സ്റ്റ് നോക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ എല്ലാം ഒന്ന് വായിച്ചിടുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചില വാല്യൂസൊക്കെ അതേപോലെ വന്നിട്ടുണ്ടായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അല്ലാതെ പക്ഷേ അതിനെ ഒരിക്കലും ബയോളജിയുടെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ബയോളജി നമ്മൾ ഇത് പഠിച്ചിട്ട് അടുത്തയിലേക്ക് ഞാൻ കടക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ അങ്ങ് എക്സ്പേർട്ട് ആവും, അങ്ങനെ ചിന്തിക്കുക വേണ്ട. ഫിസിക്സ് ഇസ് ജസ്റ്റ് ഫോർ റീഡിങ്. ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ എന്താ ചുമ്മാ വായിച്ചു വിടുകയാണ്. അല്ലാതെ നമ്മളെന്താ അതിനകത്ത് ഗവേഷണം നടത്തുകയാണ്? അല്ല, നമുക്ക് ഗവേഷണം നടത്താൻ ബയോളജി ഉണ്ട്, അതിനകത്ത് മാത്രം ചെയ്യുക. അത് ഫിസിക്സിനോട് കൊണ്ടുവരിക വേണ്ട. ഇതിനെ ഒന്ന് വായിച്ചെടുക്കുക. പക്ഷേ ഇതിൻ്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് റിപ്പീറ്റ് വന്നിട്ടുണ്ട് ചിലതൊക്കെ. ഞങ്ങളുടെ എക്സാമിനകത്ത് എക്സസൈസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ട് ഒരു തവണയെങ്കിലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. മനസ്സിലാവുന്നില്ല, ഓർത്തിരിക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ ദിവസം എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഗൈഡ് നോക്കി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും നമ്മൾ എത്രമാത്രം ഓർക്കുന്നുണ്ട് എന്നുള്ളത് എഴുതി നോക്കുക. അപ്പം കിട്ടുന്നില്ല എങ്കിൽ ഒരു അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പിൽ വീണ്ടും അതൊന്നുകൂടി ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെൻ്റെ തലയിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ന്യൂ മെത്തേഡ് പഠിക്കുക എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അല്ലാതെ അത് എനിക്ക് അറിയില്ലല്ലോ, അയ്യോ അപ്പം എനിക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കുക വേണ്ട. ജസ്റ്റ് നമ്മളൊരു ന്യൂ മെത്തേഡ് പഠിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ തന്നെ എടുത്തിട്ട് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്യണം. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒന്നും വിടേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക. നമ്മൾ കൂടുതൽ പ്രയോറിറ്റി അവിടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സിമ്പിളായിട്ട് കിട്ടാമെന്നുള്ള എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് എന്തായാലും നമുക്കും കിട്ടണം. ബാക്കി എല്ലാവർക്കും കിട്ടാത്തതിനകത്ത് നമുക്ക് അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും, നമ്മൾ അതിനെ എങ്ങനെ നേടുന്നു എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും കിട്ടുന്ന സാധനം ഉറപ്പായും നമ്മൾ കിട്ടണോ എന്നുള്ള രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്താൽ ആദ്യം നമ്മളൊരു ലെയറായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് NCERT കൊടുത്തേക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം സ്റ്റഡി മെറ്റീരിയലിലെയും വർക്ക് ബുക്കിലെയും സ്റ്റഡി പാക്കേജിലെയും ചെയ്യുന്ന പോലെ തന്നെ NCERT ടെക്സ്റ്റിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് ചെയ്ത് നോക്കാവുന്ന വാല്യൂസേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക.
ഇപ്പോഴത്തെ റിവൈസ്ഡ് പ്രിന്റിനകത്താണെങ്കിൽ എക്സസൈസിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ മുമ്പത്തെ പ്രിന്റ്, റിവിഷന് മുമ്പത്തെ ഉണ്ടായിരുന്ന പ്രിന്റിനകത്ത് എക്സസൈസിനകത്ത് രണ്ടാമത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഭയങ്കര കട്ടി വരുന്നത്. അത് നമുക്ക് ഇത്തിരി പാടായിരുന്നു ചെയ്യാൻ. അത് അത്ര അത്യാവശ്യം ഇല്ലായിരുന്നു. ഒന്ന് മനസ്സിലാക്കി എങ്ങനെ സമയം കിട്ടുന്നുണ്ട്, ലെഷർ ടൈം ഉണ്ട്, അപ്പോഴേക്കും ഞാൻ അത് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ ഞാൻ ഈ എക്സസൈസിനകത്തുള്ള മറ്റേ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. എല്ലാം ഒരു തവണ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടി മാത്രം ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം NCERT ചെയ്യാതെ ഇരുന്ന് ഞാൻ നീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്ക് പോകുമ്പോൾ എന്താണെന്നുള്ളൊരു ഇത് മനസ്സിലാവുമല്ലോ. അപ്പം അതങ്ങനെ ഇപ്രാവശ്യം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം എല്ലാം തന്നെ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു തവണ ചെയ്തു. നമുക്ക് എല്ലാം ഒന്നും കിട്ടത്തില്ല, നമുക്ക് എല്ലാം ഒന്നും റീറ്റെയിൻ ഇരിക്കത്തില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാം, റീറ്റെയിൻ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോയിന്റ്സ് ടു പോണ്ടർ അത് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഡയമെൻഷൻസ് ഒക്കെ മോസ്റ്റ് പ്രോബബ്ലി എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറേയൊക്കെ നമുക്കാണെങ്കിൽ ഓർമ്മയിലൊന്നും ഇരിക്കത്തില്ല. മാഗ്നറ്റിക് ഫീൽഡൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പം അങ്ങനെയുള്ളത് നോക്കുക. പോയിന്റ്സ് ടു പോണ്ടർ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. അതിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്നും വലിയ ടഫായിട്ടുള്ളതല്ല. നിങ്ങൾ ആ ഒരു ഫ്ലോയിഡ് അനുസരിച്ച് ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു അതിൻ്റെ നോക്കി അങ്ങനെ പോകുമ്പോൾ അതങ്ങ് തീർന്നു പോകും. നമ്മളെല്ലാം കൂടി ലാസ്റ്റ് വെക്കുമ്പോൾ അത് ബർഡനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് പോവാതെ ഇങ്ങനെ അങ്ങ് ചെയ്ത് തീർത്തേച്ചാൽ മതി. അപ്പോൾ എക്സസൈസ് എന്തായാലും ഫിസിക്സിൻ്റെ ചെയ്യണം. അതിനകത്ത് തന്നെ ചെറിയ പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും, നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഇത് ചോദിക്കാൻ വരാമല്ലോ. അങ്ങനെ ഒരു സെൻസിലൂടെ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സെൻസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള രീതി ചെയ്യുക. പിന്നെ അരിഹന്തോ MTG, പിന്നെ ഏതെങ്കിലും ഒരു ദിശ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് ഉണ്ടല്ലോ ഫിസിക്സിൻ്റേത്, അതൊക്കെ നല്ലതാണ്. ഞാനത് ഓർമ്മ ഉപയോഗിക്കായിരുന്നു. കറക്റ്റ് പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ബട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. കുറേയൊക്കെ നമുക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക് ചാർജ് കൂടുതലായ റിപ്പൽഷൻ വരും, അപ്പോൾ സർഫസ് ഏരിയ കൂടും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടുതൽ സോൾവ് ചെയ്യുക. അപ്പം നമുക്കൊന്നും കൂടി ചോദിക്കാൻ ഇതുള്ള ഇത് കിട്ടും. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ വായിക്കാം, മിനിമം ഒരു തവണ വായിക്കണം മാക്സിമം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വായിക്കാം, കാരണം എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടാനുള്ള ഉണ്ടോ എന്നുള്ളത്, പിന്നെ ഈ ഗ്രാഫിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എന്നും പറഞ്ഞാൽ ബയോളജി കാണിക്കുന്ന ഗവേഷണം ഇതിനകത്ത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇനോർഗാനിക്കും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ബയോളജിയെ പോലെ തന്നെ ടെക്സ്റ്റിനെ സ്നേഹിച്ചോ. ഇനോർഗാനിക്കിൽ പക്ക നിങ്ങൾ ടെക്സ്റ്റ് അതിനകത്തുള്ള എക്സസൈസ് മുഴുവൻ നിങ്ങൾ ചെയ്തിരിക്കണം. അത് പക്കയാക്കി തന്നെ നമുക്ക് പകുതിയോളം മാർക്ക് കിട്ടും. ശരിക്കും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഓർഗാനിക് ടെക്സ്റ്റിൽ. നമ്മുടെ സാർമാരെ തന്നെ ക്ലാസ്സിനകത്ത് പറയും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമ്മൾ ഇങ്ങനെ ലിങ്ക് റിയാക്ഷൻ ഇത് കഴിഞ്ഞ് ഇത് കിട്ടി, ആൽക്കഹോളിൽ 4-7 പോയി, അങ്ങനെ ആൽക്കഹോൾ പോയി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പോകുന്ന എങ്ങനെയാണെന്നുള്ള നമ്മുടെ തല പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ സ്വയം ക്വസ്റ്റ്യൻ ഓപ്ഷൻ കാണാതെ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് കുറേ അറിയാമല്ലോ. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഓർഗാനിക് കെമിസ്ട്രി പച്ചവെള്ളം പോലെ ടെക്സ്റ്റ് പഠിച്ചു. അതിനകത്തുനിന്ന് മറ്റേ സൊലുബിലിറ്റിയുടെ ഡിഫറൻസ് ചോദിക്കാം, ബോയിലിംഗ് പോയിന്റിൻ്റെ സംഭവങ്ങൾ ചോദിക്കാം. അപ്പം അത് നമ്മൾ ബയോളജീനെ പോലെ സ്നേഹിച്ച് പഠിക്കേണ്ട സംഭവമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇനി ഇനോർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ ഇതേ സെയിം സ്നേഹം ബയോളജിക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ കൊടുക്കണം. ആൻഡ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അറിയണം. സോ അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ FND ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ചെറിയ മാറ്റങ്ങൾ വരുന്നത്, അതിൻ്റെ നെയിമിങ്, ഇതൊക്കെ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഈവൻ ഇൻ മോഡൽ എക്സാംസിൽ ചോദിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ വരും. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂസ് ലാസ്റ്റ് സമയമൊക്കെ വാല്യൂ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ നമുക്ക് ഓർമ്മയിരിക്കും, കാരണം അത് തെറ്റരുത്. ഈസിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്, നമുക്കത് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പക്ഷെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നതിനകത്തുനിന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ഓർത്തുക. നമ്മൾ ആ സെയിം റിയാക്ഷൻ എഴുതി പഠിക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ഷെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പല രീതിയിൽ ചെയ്ത് ഇതിങ്ങനെ വന്നിട്ട് അങ്ങനെ വരാമെന്ന് നമുക്ക് തലയിൽ വരും. സോ അത് കൂടുതൽ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കും കെമിസ്ട്രിക്ക് നമുക്ക് ഇത്രയും കൂടെ ഫിസിക്സിനേക്കാൾ ഇമ്പോർട്ടൻസ് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിന് വരുന്നുണ്ട്.
കെമിസ്ട്രിയൊക്കെ കൂടുതലാണ് ബയോളജിക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ കെമിസ്ട്രി വരുമ്പോഴത്തേക്കും നമ്മൾ ഇനോർഗാനിക്കും ഓർഗാനിക്കും നല്ലപോലെ ടെക്സ്റ്റ് പഠിക്കാം. ഇനോർഗാനിക് ഞാൻ പച്ചവെള്ളം പോലെ പഠിക്കാൻ ശ്രമിച്ചൊരു സാധനമാണ്. എഫും ഡി ബ്ലോക്കും പി ബ്ലോക്കും. അത് പക്ഷേ രസമാണ്. അത് ആ ഒരു രീതിക്ക് അങ്ങ് പഠിച്ചു പോയാൽ മതി. ശരിക്കും സിമ്പിളാണ് സംഭവം. നമ്മൾ ആ ഒരു ഇതിൽ പഠിച്ച് നമ്മൾ ബർഡനാന്ന് വിചാരിച്ചാൽ മാത്രമേ അവിടെ പ്രശ്നം വരുന്നുള്ളൂ. അപ്പം ഈ എന്താണ് കെമിസ്ട്രിയും ഓർഗാനിക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എനിക്ക് ഭയങ്കര പാടായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. സോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തും ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈവൻ ബയോളജി പോലും സാർമാർ നമ്മളെ കൊണ്ട് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഈവൻ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ബയോഡൈവേഴ്സിറ്റിയിലാണെങ്കിലും ചെയ്യിപ്പിക്കാറുണ്ട്. കുറച്ചൊക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. സോ കെമിസ്ട്രിയിലേത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓർഗാനിക് നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനോർഗാനിക് നല്ലപോലെ പച്ചവെള്ളം പോലെ ആക്കണം. ഫിസിക്കൽ കെമിസ്ട്രിയിൽ മറ്റേ KH വാല്യൂവിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ ആ ടേബിളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം പക്ഷെ അത് കാണാപ്പാടം പഠിക്കുന്ന ആവശ്യമില്ല. കാരണം ഒരു തവണ വന്നിട്ടുള്ളത് വാല്യൂ തന്നിട്ട് KH വാല്യൂ എന്താണ് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സൊലബിലിറ്റി എന്നുള്ളത് അത് ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യനായിരുന്നു. കാരണം ഞാൻ തല തിരിച്ച് ചിന്തിച്ചു. ഞാൻ ക്വസ്റ്റ്യനെ തിരിച്ചാണ് വായിച്ചത്. അങ്ങനെ എനിക്ക് ഓപ്ഷൻസ് മാറിപ്പോയ സംഭവമാണത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫിസിക്കൽ കെമിസ്ട്രിക്ക് പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിന് അത്ര ഒരു ഇത് വരുന്നില്ല. ബട്ട് ഇനോർഗാനിക്കും ഓർഗാനിക്കും കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിന് നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഫിസിക്സ് ഒരു തവണ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. പക്ഷേ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മറ്റേ കട്ടികളൊന്നും കിടപ്പില്ല. അപ്പം അത് ചെയ്യുക. പിന്നെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്യണം. കാരണം അതൊക്കെ മോഡൽ എക്സാമിനാണെങ്കിൽ പോലും അതെടുത്തിടും. അപ്പം നമ്മൾ ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായ ഒരു ക്വസ്റ്റ്യൻ കാണുന്നേ ഒന്ന് കണ്ടിട്ടത് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ കിട്ടുന്ന റാങ്കിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ബെറ്ററാണ്. നമ്മൾ ഈ മടി പിടിച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ബെറ്റർ ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് തെറ്റുന്നത്, മാർക്ക് കുറയുന്നത്, റാങ്ക് കുറയുന്നത് ഭയങ്കര സ്വാഭാവികമാണ്. എനിക്ക് പോലും ലാസ്റ്റ് ടൈമിൽ മാർക്ക് കുറയുമായിരുന്നു. മാർക്ക് കുറഞ്ഞായിരുന്നു, റാങ്ക് കുറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചത് അപ്പം പേരൻസ് സാറിനെ വിളിക്കും, സാർ എന്നോട് സംസാരിക്കും, ഞാൻ സാറിനോട് സംസാരിക്കും. അങ്ങനെ അപ്പം സാറ് നമ്മളെ ശരിക്കും നമുക്ക് മോട്ടിവേഷൻ വേണ്ടത് നമ്മുടെ സാറ് നമുക്ക് തരും, നമ്മുടെ മെൻറ്റർ നമുക്ക് തരും. അപ്പോൾ അവരോട് സംസാരിക്കുക. പിന്നെ ഈ മാർക്ക് പറയുന്ന ഒരു പ്രശ്നമല്ല. ആക്ച്വലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ പോർഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോവുക. മോഡലിൽ വരുമ്പോഴത്തേക്കും ഒരു ഘട്ടമുണ്ടല്ലോ, അയ്യോ എനിക്ക് മാർക്ക് കൂടും, അങ്ങനെ ചിന്തിക്കാതെ ഇപ്പോൾ ഫസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ ഇത് എക്സാം നടക്കുന്നെങ്കിൽ ആ ചാപ്റ്റർ പെർഫെക്റ്റ് ആക്കിയിട്ട് അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അത്രയും കുറഞ്ഞല്ലോ ബാക്ക്ലോഗ് എന്ന് ചിന്തിക്കുക. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിനെ പൂർണ്ണമായി ആദ്യത്തെ സമയങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നല്ലപോലെ അത് പഠിക്കുക. നല്ലപോലെ നമ്മുടെ മാക്സിമം ആയിട്ട് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. പക്ഷേ ഫിസിക്സ് ഒരു തവണ 2 തവണ മാക്സിമം. ബട്ട് ബാക്കിയെല്ലാം തന്നെ ബയോളജി ഇഷ്ടം പോലെ എത്ര പറ്റുമോ അത്രയും വായിച്ചോളൂ. ശരിക്കും വായിച്ചേർക്കുക. അത് കാണാപ്പാടം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ബയോളജിയിലെ ലൈൻസുകൾ അറിയാം. ഈവൻ നമ്മുടെ കോളേജിൽ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പലതും ഓർമ്മയിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ബയോളജിയുടെ ലൈൻസ് അറിയാം. അത്രയൊക്കെയാണ് നമ്മൾ അത് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ അതുപോലെ പഠിക്കുക. ഇനോർഗാനിക്കും ഓർഗാനിക് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനകത്ത് കൂടുതൽ ഓർമ്മ എനിക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെയിംഡ് റിയാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പം അത് നല്ലപോലെ ടെക്സ്റ്റ്. പിന്നെ ഇനോർഗാനിക് ആണെങ്കിൽ പക്കയായിട്ട് ഓരോ ലൈനും അറിയണം. അത് എവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാം. പോയിന്റ്സ് ടു ബോണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയമെൻഷൻ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിനകത്ത്. പോയിന്റ്സ് ടു ബോണ്ടർ ആക്ച്വലി ഒരു പ്ലസ് പോയിന്റ് ആണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടാനൊക്കെ പറ്റും. അപ്പം ആ രീതിക്ക് അതും കൂടി നോക്കാം. ഫിസിക്സിനെ അപ്പം ഇങ്ങനെ കണ്ടുവച്ചാൽ മതി. അതൊരു 1 ടൈം റീഡ്, മിനിമം 1 ടൈം. അല്ലാതെ അത് ഞാൻ പഠിച്ചിട്ട് ഇതെനിക്ക് മനസ്സിലായില്ല, ഇത് ഞാൻ ചെയ്തിട്ടാണ് അതൊന്നും ചിന്തിക്കേണ്ട. ഒരു കാര്യം അറിയത്തില്ലയോ, ഞാൻ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മൾ ഒരിക്കലും പ്രഷർ ചെയ്യാതിരിക്കുക. പ്രഷർ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു സുഖത്തിന് ആക്ച്വലി നല്ലൊരു ടൈമായത്. ഈവൻ
കിട്ടിയാലും കിട്ടിയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന സാധനത്തെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. അപ്പോൾ അത് ആക്ച്വലി പ്രോഗ്രസ്സിലേക്ക് പോകും. കാരണം എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ടൈമായിരുന്നു എൻ്റെ 8 മാസം ബ്രില്യൻസിലുണ്ടായിരുന്നത്. എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ എക്സാമിന് ചിലപ്പോൾ റാങ്ക് വരും, ചിലപ്പോൾ റാങ്ക് വരത്തില്ല. അതൊരു പ്രശ്നമല്ല. ആദ്യത്തെ മോഡലിന് എനിക്ക് 8 റാങ്ക് വന്നിട്ട് 8ആണോ 18ആണോ ആ റാങ്ക് വന്നിട്ട് എന്തായാലും പിന്നീട് അങ്ങ് കുറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ സംഭവിക്കും. ആദ്യത്തെ ഞങ്ങളുടെ മോഡൽ എക്സാമിനാണെങ്കിൽ എനിക്ക് 8ാമത്തെ റാങ്കാണ് വന്നത്. എന്നിട്ടാണെങ്കിൽ ലാസ്റ്റ് ഞാൻ എഴുതിയതിനകത്ത് അത് 499 റാങ്കാണ് പോയത്. പക്ഷേ ലാസ്റ്റ് മീറ്റ് വന്നപ്പോഴത്തേക്ക് 1911 എൻ്റെ റാങ്ക്. സോ ഇപ്പം 499 8ൽ നിന്ന് 499 പോകുമ്പോഴത്തേക്കും കുറഞ്ഞു ആ ഒരു ഡിഫറൻസ്. അതിൻ്റെ ഇടയ്ക്ക് അത് 900 പോയിട്ടുണ്ട്, 1000 പോയിട്ടുണ്ട്, 1282 ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഡിഫറൻസ് വരും, അതെപ്പോഴായാലും വരും. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ മോഡലിൽ നല്ലപോലെ പഠിക്കും, പിന്നീട് നമുക്ക് അത്ര പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വരും. ഇപ്പം നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് പഠിക്കണമെന്ന് തോന്നണമെന്ന് ദിവസം നമുക്ക് പഠിക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും. പല കാര്യങ്ങളും അവിടെ ഇവിടെ ഒക്കെ നടക്കും. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് വയ്യാതെ പോകാം. ആദ്യത്തെ ദിവസമായിരിക്കും എക്സാം. അപ്പം അങ്ങനെ ചിന്തിക്കുക വേണ്ട. അത് ചിന്തിക്കാതെ ജസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ കാര്യം. നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ആ രീതിനെ അത് കവർ ചെയ്ത് പോവാം. അപ്പം അങ്ങനെ എഴുതിച്ചാൽ മതി. നിങ്ങൾ ഈ മാർക്ക് റാങ്ക് എന്നുള്ള സംഭവം അത് കൂട്ടാനുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക, തിയറി മാത്രം വായിച്ചുകൊണ്ടിരിക്കരുത്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ തിയറി എക്സാം, അതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ എക്സാം നടക്കുമ്പോഴത്തേക്കും MCQ അല്ലല്ലോ. അപ്പം നമ്മൾ തിയറി അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. MCQ ആണെങ്കിൽ നമുക്ക് സംഭവം കറപ്പിച്ചാൽ മതി, പോയിന്റ് അറിഞ്ഞാൽ മതി. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ അറിയണം. അപ്പോൾ ഒരു എക്സാമിന് ഓരോ ഡിഫറെൻറ്റ് പാറ്റേണാണ്. അത് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അപ്പം നിങ്ങൾ ഒത്തിരി ടെൻഷൻ്റെ കാര്യമൊന്നും അടിയേണ്ട. ഈ ടെക്സ്റ്റ് വായിക്കാനൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ചില വാല്യൂസ് ഒക്കെ അങ്ങനെ. അപ്പോൾ ഫിസിക്സ് ബയോളജി പോലെ വായിക്കാതിരിക്കുക, കെമിസ്ട്രി പക്ഷേ ബയോളജി പോലെ ഓർഗാനിക്കും വായിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നോട്ട് തിയറി. മടുക്കുമ്പം ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യാൻ പഠിക്കാം. ഈ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഇപ്രാവശ്യം ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എനിക്ക് മടിയില്ലായിരുന്നു. A+ എക്സാം ഞങ്ങളുടെ ടൈമിലുണ്ടായിരുന്നു. അതിന് അത് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ഇരിക്കണം. അത് ശരിക്കും മെനക്കേട പരിപാടി. പക്ഷെ ഞാൻ എല്ലാ തവണ ഇരിക്കുമായിരുന്നു. അതിരിക്കുമ്പം ഒന്നാമത്തെ കാര്യം ഭയങ്കര പാടാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇത്ര കഷ്ടപ്പെട്ട പണിയാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ റാങ്ക് കിട്ടും, മറ്റേന് കിട്ടിയില്ലെങ്കിലും കിട്ടും. അപ്പോൾ ഇത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വഴിയിൽ നിന്ന് അത് കിട്ടുമല്ലോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇത്രയും കട്ടി വന്നാലും എനിക്ക് ചെയ്യാം. അപ്പം ഇപ്പം A+ എക്സാം ഇല്ലല്ലോ, പകരം അഡ്വാൻസ് മെയിനും എന്നുള്ള രീതിയല്ലേ. അപ്പം ആ അഡ്വാൻസ് ക്വസ്റ്റ്യനിൽ കട്ടിയാണെങ്കിൽ ചെയ്യുക. ചിലപ്പം ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് എപ്പോഴും എഫക്റ്റീവാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ എഴുതിയില്ലെങ്കിൽ കൂടുതൽ പഠിക്കുമായിരിക്കും എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ആ എഴുതുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനകത്ത് യാതൊരു ദാരിദ്ര്യം കാണിക്കാതെ കൃത്യമായിട്ട് പോയി ഈ പരിപാടി നടക്കും. ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ചില്ലായിട്ടിരിക്കുക. ടെൻഷൻ തോന്നുമ്പോൾ വീട്ടിലൊക്കെ പോവുക, സിനിമയൊക്കെ കാണുക, ആഘോഷിക്കുക. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ സിനിമ കണ്ടൊരു സമയം ഞാൻ വീട്ടിൽ പോയൊരു സമയമാണ്. ഹോസ്റ്റലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരുന്നു. കാരണം എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ ഞാൻ അവിടെ നിൽക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇത് ചെയ്യുക. ഇതൊരു കൂൾ പരിപാടിയായിട്ട് കാണുക. ഏറ്റവും സന്തോഷമുള്ള ഫേസാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഫുഡൊക്കെ ഇഷ്ടം പോലെ അടിക്കാം. അതായത് കിട്ടുന്ന ഒരു സൗകര്യത്തിൽ ഫോണില്ലാതെ ഇനി നിങ്ങൾ ജീവിക്കില്ല. ഈ ഫോണില്ലാത്ത ജീവിതം നല്ല രീതിയിൽ ജീവിക്കാം. ഇഷ്ടംപോലെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാം ഫോണില്ലാതെ തന്നെ. അപ്പം പഠിക്കുന്നത് മെയിൻ ആക്കിക്കൊണ്ട് കുറച്ച് മെമ്മറിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഇതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം എനിക്ക് പറ്റുന്ന രീതിയിൽ. ഐ എം നോട്ട് എക്സ്പേർട്ട്, പക്ഷേ ഞാൻ ചെയ്ത രീതി എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.